ആദ്യമായി നമുക്കൊരു സിംഗിൾ റൂം ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഡ്രോ പാനലിൽ നിന്ന് ലൈൻ കമാൻഡ് തിരഞ്ഞെടുക്കുക. ഒരു ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഓർത്തോ മോഡ് ഓൺ ചെയ്യുക. അടുത്ത പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം വെർട്ടിക്കലായി ഒരു പോയിന്റ് കൂടി സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. വാൾ തിക്നെസ് കൊടുക്കുന്നതിന് വേണ്ടി ഓഫ്സെറ്റ് കമാൻഡ് ഉപയോഗിക്കുക. മോഡിഫൈ പാനലിലെ ഓഫ്സെറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാൾ തിക്നെസ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്തു കൊടുക്കുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. വീണ്ടും സെലക്ട് ചെയ്യുക. വാൾ തിക്നെസ് കൊടുത്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. റൂമിന്റെ ലെങ്ത് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. വാൾ തിക്നെസ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. റൂമിന്റെ ബ്രെഡ്ത്ത് കൊടുക്കുന്നതിന് വേണ്ടി മോഡിഫൈ പാനലിലെ ഓഫ്സെറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം കമാൻഡ് ലൈനിൽ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും വാൾ തിക്നെസ് കൊടുക്കുന്നതിന് വേണ്ടി ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. അതിനുശേഷം വാൾ തിക്നെസ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ആവശ്യമില്ലാത്ത എക്സ്റ്റൻഷൻ ലൈൻ ട്രിം കമാൻഡ് ഉപയോഗിച്ച് ട്രിം ചെയ്യുക. മോഡിഫൈ പാനലിലെ ട്രിം കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്റ്റൻഷൻ ലൈൻസ് ട്രിം ചെയ്ത് കളയുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ട്രിം കമാൻഡ് എടുക്കുക. ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ട്രിം ചെയ്യേണ്ട ലൈൻ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഡോർ പ്ലേസ് ചെയ്യുന്നതിനായി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. അതിനായി വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. ഡോർ ലെങ്ത് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ട്രിം കമാൻഡ് ഉപയോഗിച്ച് എക്സ്റ്റൻഷൻ ലൈൻസിനെ ട്രിം ചെയ്ത് കളയുക. ഒരു ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്റ്റൻഷൻ ലൈൻ സെലക്ട് ചെയ്യുക. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ട്രിം കമാൻഡ് എടുക്കുക. എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് അവിടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ട്രിം കമാൻഡ് ഉപയോഗിച്ച് എക്സ്റ്റൻഷൻ ലൈൻ ട്രിം ചെയ്ത് ഒരു ഡോർ സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതിനുശേഷം അനാവശ്യ എക്സ്റ്റൻഷൻ ലൈൻ ട്രിം ചെയ്ത് കളയുക. ട്രിം ചെയ്യാൻ സാധിക്കാത്ത ലൈൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. കീബോർഡിലെ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ലൈൻ സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുക. പ്ലിന്ത് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി റെക്ടാംഗിൾ കമാൻഡ് തിരഞ്ഞെടുക്കുക. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഓഫ്സെറ്റ് കമാൻഡ് ഉപയോഗിച്ച് ഓഫ്സെറ്റ് ചെയ്യുക. അതിനായി മോഡിഫൈ പാനലിലെ ഓഫ്സെറ്റ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കമാൻഡ് ലൈനിൽ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി സൺഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. മോഡിഫൈ പാനലിലെ ഓഫ്സെറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.
അതിനുശേഷം ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. സൺഷെയ്ഡിന്റെ ലൈൻ ടൈപ്പ് മാറ്റുന്നതിന് വേണ്ടി മെനു ബാറിലെ ഫോർമാറ്റിൽ ലൈൻ ടൈപ്പ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അനുയോജ്യമായ ഒരു ലൈൻ ടൈപ്പ് നമുക്ക് ലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. ലോഡ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവൈലബിൾ ലൈൻ ടൈപ്സിൽ നിന്ന് അനുയോജ്യമായ ലൈൻ ടൈപ്പ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ലൈൻ ടൈപ്പ് മാനേജർ വിൻഡോയിൽ നിന്ന് ലോഡ് ചെയ്ത ലൈൻ ടൈപ്പ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. സൺഷെയ്ഡ് ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. മാച്ച് പ്രോപ്പർട്ടീസിന് തൊട്ടടുത്തായി 3 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒബ്ജക്റ്റ് കളർ ചേഞ്ച് ചെയ്യുന്നതിനാണ് ഒബ്ജക്റ്റ് കളർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റ് കളറിന് തൊട്ടുനേരെ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് അനുയോജ്യമായ കളർ ടൈപ്പ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് തൊട്ടു താഴെയായി കാണപ്പെടുന്നതാണ് ലൈൻ വെയ്റ്റ്. ലൈൻ വെയ്റ്റിന് തൊട്ടുനേരെയുള്ള റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ അനുയോജ്യമായ ലൈൻ വെയ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ലൈൻ വെയ്റ്റിന്റെ തൊട്ടു താഴെയാണ് ലൈൻ ടൈപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ലൈൻ ടൈപ്പിന്റെ തൊട്ടു നേരെ കാണുന്ന റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അനുയോജ്യമായ ലൈൻ ടൈപ്പ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. സൺഷെയ്ഡിന് അനുയോജ്യമായ ഒരു ലൈൻ ടൈപ്പ് തിരഞ്ഞെടുക്കുക. കീബോർഡിലെ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ലൈൻ ടൈപ്പ് സ്കെയിൽ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും പ്രോപ്പർട്ടീസ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് പാനലിന്റെ റൈറ്റ് ലോവർ പോർഷനിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പ്രോപ്പർട്ടീസ് വിൻഡോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന പ്രോപ്പർട്ടി വിൻഡോ ക്ലോസ് ചെയ്യുന്നതിനായി അപ്പർ ലെഫ്റ്റ് കോർണറിൽ ഇൻടു ഐക്കൺ കാണാവുന്നതാണ്. ഒരു ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് കാണുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടീസ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ലൈൻ ടൈപ്പ് സ്കെയിൽ ചെയ്യുന്നതിന് വേണ്ടി ലൈൻ ടൈപ്പ് എന്നതിനു നേരെയുള്ള റെക്ടാങ്കുലർ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അനുയോജ്യമായ വാല്യൂ ടൈപ്പ് ചെയ്തു കൊടുക്കുക. പ്രോപ്പർട്ടീസ് വിൻഡോ ക്ലോസ് ചെയ്യുക. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്ലിന്ത് ലൈനും സൺഷെയ്ഡ് ലൈനും ഓഫ്സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് ചെയ്യുക. സ്റ്റെപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഈ ലൈൻ നമുക്ക് എക്സ്പ്ലോഡ് ചെയ്യാം. എക്സ്പ്ലോഡ് കമാൻഡ് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും മോഡിഫൈ പാനലിലെ ഓഫ്സെറ്റ് കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ലൈൻ കമാൻഡ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ലൈൻ കമാൻഡ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ലൈൻ കമാൻഡ് ഉപയോഗിച്ച് വരച്ച ലൈൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടീസ് പാനലിൽ ക്ലിക്ക് ചെയ്യുക. ലൈൻ ടൈപ്പ് സെലക്ട് ചെയ്യുക. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. അനാവശ്യമായ എക്സ്റ്റൻഷൻ ലൈൻ ട്രിം കമാൻഡ് ഉപയോഗിച്ച് ട്രിം ചെയ്ത് കളയുക. അതിനുശേഷം ഒരു ബൗണ്ടറി സെലക്ട് ചെയ്യുക. എക്സ്റ്റൻഷൻ ലൈൻ ട്രിം ചെയ്യുക. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുക. ട്രിം കമാൻഡ് തിരഞ്ഞെടുക്കുക. ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്റ്റൻഷൻ ലൈൻ ട്രിം ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ട്രിം കമാൻഡ് തിരഞ്ഞെടുക്കുക. ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ട്രിം ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ പ്ലാനിൽ ഡോർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ലൈൻ കമാൻഡ് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഡോറിന്റെ ലെങ്ത് ടൈപ്പ് ചെയ്യുക 100. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ഡോറിന്റെ ലെങ്ത് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ലൈൻ കമാൻഡ് തിരഞ്ഞെടുക്കുക.
അതിനുശേഷം പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. കീബോർഡിൽ 20 എന്ന വാൾ തിക്നെസ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുക. ആർക്ക് കമാൻഡ് എടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. തേർഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ആർക്ക് സെലക്ട് ചെയ്യുക. നമുക്ക് ഗ്രിപ്പ് പോയിന്റ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഗ്രിപ്പ് പോയിന്റുകൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുക. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക. മോഡിഫൈ പാനലിലെ ഓഫ്സെറ്റ് കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. കമാൻഡ് ലൈനിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 7 ആണ്. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അനാവശ്യമായ എക്സ്റ്റൻഷൻ ലൈൻ ട്രിം കമാൻഡ് ഉപയോഗിച്ച് ട്രിം ചെയ്യുക. മോഡിഫൈ പാനലിലെ ട്രിം കമാൻഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്റ്റൻഷൻ ലൈൻ സെലക്ട് ചെയ്യുക. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഡോർ ഒബ്ജക്റ്റ് നമുക്ക് പ്ലാനിൽ പ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി മൂവ് കമാൻഡ് എടുക്കുക. മോഡിഫൈ പാനലിലെ മൂവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ പ്ലാനിൽ വിൻഡോ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി വിൻഡോ വരയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡ്രോ പാനലിലെ റെക്ടാംഗിൾ കമാൻഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് കോർണർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. കമാൻഡ് ലൈനിലെ ഡയമെൻഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വിൻഡോ ലെങ്ത് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം വിഡ്ത് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതർ കോർണർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം റെക്ടാംഗിൾ എക്സ്പ്ലോഡ് ചെയ്യുക. എക്സ്പ്ലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓഫ്സെറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്തതിനു ശേഷം എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. കമാൻഡ് ലൈനിൽ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. കമാൻഡ് ലൈനിൽ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി ലൈൻ കമാൻഡ് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. 7 എന്ന ഡിസ്റ്റൻസ് ആണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് ട്രിം കമാൻഡ് ഉപയോഗിച്ച് അനാവശ്യ എക്സ്റ്റൻഷൻ ലൈൻ ട്രിം ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. മോഡിഫൈ പാനലിലെ ട്രിം കമാൻഡ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ട്രിം ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ട്രിം ചെയ്തതിനു ശേഷം എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തതായി ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ മോഡിഫൈ പാനലിലെ എക്സ്റ്റെൻഡ് കമാൻഡ് ഉപയോഗിക്കുക.
മോഡിഫൈ പാനലിൽ എക്സ്റ്റെൻഡ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും എക്സ്റ്റെൻഡ് കമാൻഡ് തിരഞ്ഞെടുക്കുക. ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ലൈൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് ട്രിം കമാൻഡ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ലൈൻസ് ട്രിം ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ട്രിം കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ട്രിം ചെയ്യുക. ട്രിം ചെയ്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ലൈൻ കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം മിഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. മിഡ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ്സിലേക്ക് നമുക്ക് പോകാം. സ്റ്റാറ്റസ് ബാറിലെ ഒബ്ജക്റ്റ് സ്റ്റാപ്പിന് തൊട്ടടുത്ത് കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക. സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒബ്ജക്റ്റ് സ്നാപ്പ് മോഡ്സ് എല്ലാം തന്നെ സെലക്ട് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. മിഡ് പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ലൈൻ കമാൻഡ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ലൈൻ കമാൻഡ് എടുക്കുക. ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വിൻഡോ നമുക്ക് പ്ലാനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. വിൻഡോ റൊട്ടേറ്റ് കമാൻഡ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുക. മോഡിഫൈ പാനലിലെ റൊട്ടേറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യേണ്ട ഐറ്റം സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. റൊട്ടേഷൻ ആംഗിൾ സ്പെസിഫൈ ചെയ്യുക. മോഡിഫൈ പാനലിലെ മൂവ് കമാൻഡ് ഉപയോഗിച്ച് വിൻഡോ പ്ലാനിൽ പ്ലേസ് ചെയ്യുക. മോഡിഫൈ പാനലിലെ മൂവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അടുത്തതായി ഡബിൾ പാനൽഡ് വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി റെക്ടാംഗിൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കോർണർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഡയമെൻഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വിൻഡോ ലെങ്ത് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വിഡ്ത് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. മൗസിലെ സിംഗിൾ ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതർ കോർണർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. റെക്ടാംഗിൾ ഒബ്ജക്റ്റിനെ എക്സ്പ്ലോഡ് ചെയ്യുന്നതിനായി മോഡിഫൈ പാനലിലെ എക്സ്പ്ലോഡ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം എക്സ്പ്ലോഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുന്നതിനായി ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 7 എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്തതിനു ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 3.5 എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം
ഈ ലൈൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുക. വീണ്ടും ലൈൻ കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് തിരഞ്ഞെടുക്കുക. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഓഫ്സെറ്റ് ചെയ്യുക. പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി മോഡിഫൈ പാനലിലെ എക്സ്റ്റെൻഡ് കമാൻഡ് ഉപയോഗിക്കുക. അതിനുശേഷം ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും മോഡിഫൈ പാനലിലെ എക്സ്റ്റെൻഡ് കമാൻഡ് ഉപയോഗിക്കുക. ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. മോഡിഫൈ പാനലിലെ ട്രിം കമാൻഡ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത എക്സ്റ്റൻഷൻ ലൈൻ നമുക്ക് ട്രിം ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ട്രിം കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്തതിനു ശേഷം ട്രിം ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ട്രിം കമാൻഡ് ഉപയോഗിക്കുക. ബൗണ്ടറി സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ട്രിം ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ലൈൻ കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ലൈൻ കമാൻഡ് ഉപയോഗിക്കുക. ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഈ വിൻഡോ നമുക്ക് പ്ലാനിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് പ്ലാനിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി മൂവ് കമാൻഡ് ഉപയോഗിക്കാവുന്നതാണ്. മോഡിഫൈ പാനലിൽ മൂവ് കമാൻഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ടെക്സ്റ്റ് കമാൻഡ് ഉപയോഗിച്ച് റൂമിന്റെ ഇന്നർ ഡയമെൻഷൻ ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി അനോട്ടേഷൻ പാനലിലെ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഹൈറ്റ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. റൊട്ടേഷൻ ആംഗിൾ 0 എന്ന് നൽകുന്നതിന് വേണ്ടി വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം കീബോർഡ് ഉപയോഗിച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. എന്റർ കീ പ്രസ് ചെയ്യുക. ഇന്നർ ഡയമെൻഷൻ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ടെക്സ്റ്റ് കമാൻഡ് സെലക്ട് ചെയ്യുക. മോഡിഫൈ പാനലിലെ മൂവ് കമാൻഡ് ഉപയോഗിച്ച് ടെക്സ്റ്റിനെ മൂവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. മൂവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. മൂവ് ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും മൂവ് കമാൻഡ് സെലക്ട് ചെയ്യുക. മൂവ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. വീണ്ടും സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഉപയോഗിച്ച് W1, W3 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക. പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഹൈറ്റ് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. റൊട്ടേഷൻ ആംഗിൾ 0 എന്ന് സെറ്റ് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. W1 എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും അതർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. W3 എന്ന് ടൈപ്പ് ചെയ്യുക. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. W1, W3 മൂവ് കമാൻഡ് ഉപയോഗിച്ച് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂവ് കമാൻഡ് സെലക്ട് ചെയ്യുക.
W3 സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. വീണ്ടും മൂവ് കമാൻഡ് സെലക്ട് ചെയ്യുക. W1 സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഈ ഒരു രീതിയിൽ മൂവ് കമാൻഡ് ഉപയോഗിച്ച് മൂവ് ചെയ്തു വയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. വീണ്ടും സിംഗിൾ ലൈൻ ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സ്പെസിഫൈ ഹൈറ്റ് 20 എന്ന് കമാൻഡ് ലൈനിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്റർ കീ പ്രസ് ചെയ്യുക. റൊട്ടേഷൻ ആംഗിൾ 0 എന്ന് നമുക്ക് കമാൻഡ് ലൈനിൽ കാണാൻ സാധിക്കുന്നതാണ്. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുക. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. മോഡിഫൈ പാനലിലെ മൂവ് കമാൻഡ് ഉപയോഗിച്ച് D1 മൂവ് ചെയ്തു വയ്ക്കുക. D1 സെലക്ട് ചെയ്യുക. എന്റർ കീ പ്രസ് ചെയ്യുക. ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അനുയോജ്യമായ ടൂളുകൾ ഉപയോഗിച്ച് ഈ രീതിയിലാണ് പ്ലാൻ ക്രിയേറ്റ്